ടച്ച് ചെയ്തുകൊണ്ട് AP സുനിൽ NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശമ്പള പരിഷ്കരണത്തിനായിട്ട് കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ധൃതി പിടിച്ച് കമ്മീഷൻ റിപ്പോർട്ട് വരാറില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? ശമ്പള വർധനമായിരുന്നു. ഈ ബഡ്ജറ്റ് സ്പീച്ച് കേട്ടപ്പോൾ സർക്കാർ ജീവനക്കാരെ ഇത്രയും കാലം അകറ്റി നിർത്തിയിരുന്ന ഒരു സർക്കാർ ഒന്ന് പിടിച്ച് ആലിംഗനം ചെയ്യുന്നതായി അഭിനയിച്ച് കാണിച്ചു എന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. കാര്യം നേരത്തെ ചോദിച്ചതുപോലെ ശമ്പള പരിഷ്കരണം 2024 ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണമാണ് 2 വർഷം വൈകി. തെരഞ്ഞെടുപ്പ് കൺമുന്നിൽ നിൽക്കുന്നു. ഇനി 2 മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. നേരത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, ഇനിയൊരു ശമ്പള കമ്മീഷനെ വെച്ച് സമയം കളയുന്നില്ല, അതിന് പകരം ഒരു കമ്മിറ്റിയെ വെച്ച് ജീവനക്കാർക്ക് ഗുണകരമായ രീതിയിൽ ഈ ശമ്പള പരിഷ്കരണം നടത്താനാണ് ഉദ്ദേശം. പക്ഷേ അതിൽ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ ഒരു ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. അതിന് ശമ്പള കമ്മീഷന് റൂമുണ്ടാവണം, കെട്ടിടം ഉണ്ടാകണം, ഫർണിച്ചർ വേണം, കാറ് വേണം, എല്ലാ സാമഗ്രികളും ഒത്തുവരുമ്പോൾ തന്നെ 3 മാസം പൂർത്തിയാവും. ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കാലയളവിൽ ശമ്പള പരിഷ്കരണം നടക്കാൻ പോകുന്നില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും അറിയാം. അതുമാത്രമല്ല, ഈ ബഡ്ജറ്റിൽ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന തുകകൾ ആകെ ഇതിനകത്ത് ജീവനക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു തുക മാർച്ച് മാസത്തിൽ തരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കുടിശ്ശികയായ 13% DAയിൽ 5 ഗഡു DAയിൽ 1 ഗഡു 3% അതിനുള്ള തുക മാത്രമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്ത മാസം ഏപ്രിൽ മാസത്തിൽ ബാക്കിയുള്ള 4 ഗഡു തരുമെന്ന്, അത് 10% വരും, തരുമെന്ന് വാഗ്ദാനം നൽകുന്നു. പക്ഷെ അതിനുള്ള ബജറ്റിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അല്ലേ? അത് പറഞ്ഞിട്ടുണ്ട് തരുമെന്നുള്ളത്. പക്ഷെ അതിനുള്ള തുക വകയിരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം തുക വകയിരുത്താതെ എങ്ങനെ ഈ പണം ജീവനക്കാരുടെ കയ്യിലേക്ക് വരും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആലിംഗനം ചെയ്തു എന്ന് അഭിനയിച്ച് കാണിക്കുക മാത്രമാണ് സർക്കാർ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇതൊരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണ്. അതുപോലെ വേറൊരു കാര്യം, പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ നിന്നും മാറ്റിക്കൊണ്ട് അതിലേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു ഈ സർക്കാരിൻ്റെ വാഗ്ദാനം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കും. ഇപ്പം കേന്ദ്രത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സ്റ്റേറ്റിലേക്കും പുതിയ ഒരു അഷ്വേർഡ് പെൻഷൻ, എന്ത് അഷ്വറൻസ് ആണ് അതിനകത്തുള്ളത്? അതെങ്ങനെ നടപ്പാക്കും? അതാരാണ് നടപ്പാക്കുന്നത്? സർക്കാർ നേരിട്ടാണോ അതൊരു ഏജൻസി വരുമോ? മെഡിസിപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറ്റിയ ദൗർഭാഗ്യം ഈ കാര്യത്തിൽ ഉണ്ടാകുമോ? ഈ കാര്യത്തിലൊക്കെ ആശങ്കയാണ്. മെഡിസപ്പ് ഇതുപോലെ സർക്കാർ മേഖലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നു. സർക്കാർ വിഹിതം ഉറപ്പാക്കാമെന്ന് പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത്, അതിനെ നിർദാക്ഷിണ്യം ലംഘിച്ചുകൊണ്ട് ജീവനക്കാരിൽ നിന്നും മാത്രം 620 രൂപ പിരിക്കുന്നു. അവിടെ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയും ജീവനക്കാരനും ഇടയിലുള്ള വെറും ഒരു ഏജൻറ്റ് മാത്രമായിട്ട് ഈ സർക്കാർ മാറി. അതാണോ ഈ അഷ്വേർഡ് പെൻഷൻ്റെ കാര്യത്തിലും വരുന്നത്? ജീവനക്കാർക്ക് ആശങ്കയുണ്ട്. HB എന്ന് പറയുന്ന ഒരു ആനുകൂല്യം, ഹൗസ് ബിൽഡിംഗ് അലവൻസ്, ജീവനക്കാർക്ക് വളരെ പ്രയോജനകരമായ ഒരു അലവൻസ് ആയിരുന്നു. അത് ഈ സർക്കാർ ഇല്ലാതാക്കി. അത് ഞങ്ങൾ തിരികെ കൊണ്ടുവരുമെന്ന് പറയുന്നു. അതെങ്ങനെ തിരികെ കൊണ്ടുവരും? സർക്കാർ മേഖലയിൽ നിലനിർത്തുകയാണോ അതോ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടാണോ? ഇതിലൊന്നും ഒരു വ്യക്തതയില്ലാത്ത പ്രഖ്യാപനങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനകത്ത് കേരള NGO അസോസിയേഷന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കാര്യം ഈ സർക്കാരിനെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് നേരിട്ടറിയാം. ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കർട്ടയിൽ ചെയ്യുന്നതിൽ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ച സർക്കാരാണ്. പ്രൊഫസർ S മോഹനകുമാർ കൂടി ചേരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.